ഒന്ന് എണീക്കണം രാജകുമാരാ. നേരം വെളുത്തു കഴിഞ്ഞു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. എണീക്ക്, പോയി പശുവിനെ കറന്നോണ്ട് വാ. എണീക്ക്. എന്റെ മോൻ പുരന്തരന് രാവിലെ പാല് കിട്ടാതെ എണീക്കാൻ വയ്യ. അവന് വേഗം പാല് കൊടുക്കണം. എന്താ നീ തുറച്ചു നോക്കുന്നത്? എണീക്ക്. പിന്നെ കേട്ടോ, ഒരു തുള്ളി പാല് പോലും കളഞ്ഞു പോകരുത്. പിന്നെ നീ ഒന്നുകൂടി ഓർത്തോളണം, ഈ പശു നിന്റെ ആങ്ങളയുടെയും അമ്മാവന്റെയും ഒന്നും അല്ല. ഇതിനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ ഇതിനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഈ നശിച്ച ഭർത്താവ് എന്നെയും എന്റെ മോൻ പുരന്തരനെയും പട്ടിണിക്കിട്ട് കൊല്ലുമായിരുന്നു. എണീക്ക് വേഗം. ഞാൻ പറഞ്ഞതല്ലേ, ഒരു തുള്ളി പാല് പോലെ കളയരുതെന്ന്. പാല് മുഴുവനും തട്ടി കളഞ്ഞു. നോളം കെട്ടവൻ, അമ്മാവനോട് പിച്ചയ്ക്ക് വന്ന മരുമകൻ. പശു തട്ടിയിട്ട് പോയതാണ്, ഞാൻ കറന്നോളാം. ശരി, വേഗം ചെയ്യ. എന്നാ മോനെ, വാ കറമ്പി വാ. കുടിക്കും മോനെ, വേഗം വേഗം കുടിക്കും. നീ എന്താണോ നോക്കുന്നത് കണ്ണും തുറച്ചുകൊണ്ട്? നീ കൊതി വയ്ക്കരുത് എന്റെ പൊന്നു മോനെ. പോ, കടന്നു പോയിടുന്നു. പശുക്കളെ തീറ്റാൻ കൊണ്ടുപോ. പോകാനല്ലേ പറഞ്ഞത്? മോനെ, പാല് മുഴുവൻ കുടിക്കും. ഇനി നീ എന്താണ് ഇവിടെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നത് മഹാറാണി? വീട്ടിലെ പണിയെല്ലാം ആര് ചെയ്യും? പോ. നാരായണ നാരായണ. പ്രണാമം ദേവി. ദേവി, അവിടുന്ന് തനിയെ ഈ സമയത്ത് ഈ വനപ്രദേശത്തിൽ എവിടേക്ക് പോകുകയാണ്? ഓഹോ നാരദ, പ്രണാമം പറഞ്ഞു തീരും മുൻപേ നീ ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയല്ലോ. ക്ഷമിക്കണം ദേവി, ക്ഷമിക്കണം. പ്രണാമം പിന്നീട് സ്വീകരിച്ചാലും ഇപ്പോൾ അവിടെ ഇത്രയും പറഞ്ഞാൽ മതി. ദേവി എവിടെ പോകുന്നെന്ന്? നാരദ, കൈലാസത്തിൽ എനിക്ക് മനസ്സുറയ്ക്കുന്നില്ല. പുത്രന്മാരുടെ ഓർമ്മ എന്നെ വ്യാകുലയാക്കുകയാണ്. രണ്ടുപേരും എന്നിൽ നിന്നും ദൂരെ പോയിരിക്കുന്നു. അവരെവിടെ പോയി ദേവി? താങ്കൾക്കൊന്നും അറിയാത്തതുപോലെ ബുദ്ധിയും സിദ്ധിയുമായുള്ള വിവാഹത്തിന് ശേഷം ഗണേശൻ അവന്റെ ഭാര്യാഗ്രഹത്തിലാണ്. കാർത്തികേയനാണെങ്കിൽ ശ്രീശൈല പർവ്വതത്തിലും താമസമാക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി എവിടെ പോകാനാണ്? അവിടുന്ന് എവിടെയും പോകണ്ട. ദേവി കൈലാസത്തിലെ മഹാറാണിയാണ്, ഹിമാലയത്തിലെ രാജകുമാരിയാണ്. അവിടുന്ന് എവിടെയെങ്കിലും പോകുന്നത് ഉചിതമല്ല. ദേവി, അവിടുന്ന് ആഗ്രഹിച്ചാൽ ഭഗവാൻ വിശ്വനാഥൻ അവിടേക്ക് വേണ്ടി വാഹനം ഏർപ്പാടാക്കുമായിരുന്നുവല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു ദേവി, അവിടുന്ന് ഭഗവാൻ വിശ്വനാഥനോട് പറയാതെ കൈലാസം വിട്ടു പോന്നെന്നാണ്. അമ്മയുടെ മമതയും പുത്രവാത്സല്യവും മൂലം ഞാൻ ഏറെ വ്യാകുലയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറയാതെ പിതാവിന്റെ സമീപം പോവുകയായിരുന്നു. കടുത്ത ആശ്ചര്യം തന്നെ. ഇതിൽ ആശ്ചര്യം എന്താണ് നാരദ? വിശ്വനാഥന്റെ ഇഷ്ടം കൂടാതെ പിതാവിന്റെ ഗൃഹത്തിൽ പോയതിന്റെ പരിണാമം അവിടുന്ന് വിസ്മരിച്ചോ? അനർത്ഥം ക്ഷണിച്ചു വരുത്തരുത്. ദയവായി കൈലാസത്തിലേക്ക് തിരിച്ചു പോകണം. ഭഗവാൻ വിശ്വനാഥൻ എന്താ അവിടുത്തെ ഇച്ഛ സാധിച്ചു തരാതിരിക്കുമോ? അതെ, വ്യാകുലത മൂലം ഞാൻ അരുതാത്തത് ചെയ്യാൻ തുനിഞ്ഞു. ഞാൻ കൈലാസത്തിൽ പോകുന്നത് തന്നെയാണ് ഉചിതമാവുക. കൈലാസപതി, അങ്ങയുടെ പ്രേരണ മൂലം ഞാൻ ദേവി പാർവതിയെ കൈലാസത്തിലേക്ക് അയക്കുന്ന കാര്യം പൂർത്തിയാക്കി കഴിഞ്ഞു.
ഇപ്പോൾ എനിക്ക് കൈലാസത്തിൽ വരാനാകില്ല. എന്റെ പ്രണാമം ഇപ്പോൾ സ്വീകരിച്ചാലും. ഓം നമ ശിവായ. വിശ്വനാഥൻ ഇപ്പോഴും ധ്യാനത്തിൽ ലീനനാണ്. ദേവി പാർവതി എപ്പോൾ വരുമെന്നോ? ദേവി പാർവതി വന്നു. പ്രണാമം. ദേവി വന്നു. ദേവി വന്നു. പ്രണാമം. പ്രണാമം ദേവി. പ്രണാമം ദേവി. പതി പരമേശ്വരായ നമോ നമ. എവിടെ പോയിരുന്നു ദേവി? പുറപ്പെട്ടതായിരുന്നു, പക്ഷെ പോകാൻ കഴിഞ്ഞില്ല. എവിടേക്ക്? എന്തിന്? ഇവിടെ എനിക്ക് മനസ്സുറയ്ക്കുന്നില്ലായിരുന്നു. അതിനാൽ പിതാവിന്റെ ഗ്രഹത്തിൽ പോകാമെന്ന് കരുതിയതാണ്. പിതാവിന്റെ ഗ്രഹത്തിൽ? ക്ഷണം ലഭിക്കാതെ എവിടെയും പോകരുത് ദേവി. പിന്നെ എന്തു ചെയ്യും? പുത്രന്മാരുടെ ഓർമ്മ എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ അവരുടെ രൂപങ്ങൾ എന്റെ കൺമുന്നിൽ തെളിയുകയാണ്. പക്ഷെ എനിക്ക് നേരിൽ കാണാനും കഴിയുന്നില്ല, അവരിങ്ങോട്ട് വരുന്നതുമില്ല. അതിനാൽ തോന്നി, ഒരു പക്ഷേ ഈ സ്ഥലം മാറിയിരുന്നെങ്കിൽ എന്റെ മനസ്സ് ശാന്തമാകുമെന്ന്. തീർച്ചയായും ആകും. വിഷമിക്കണ്ട. നിന്റെ പുത്രവിരഹം വേഗം അവസാനിക്കും. ഇതിലും എത്ര ഭേദമായിരുന്നു എന്റെ ഗ്രാമത്തിൽ ഭിക്ഷ യാചിച്ച് വിശപ്പടക്കുന്നത്. അവിടെ അപമാനിക്കപ്പെട്ടു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. വിശന്ന് പ്രാണൻ പോകാറായി. മനസ്സ് പറയുന്നു, പശുവിനെ കറന്നു കുടിച്ച് വിശപ്പ് അടക്കാമെന്ന്. അരുതരുത്. എന്തും കട്ടുകുടിക്കുന്നത് അപരാധമാണ്. കളവ് ചെയ്യുന്നതിലും ഭേദം വിശന്ന് മരിക്കുന്നതാണ്. അമ്മേ, അമ്മേ. മോനെ ഉപമന്യു. അമ്മേ, ഇത്രയധികം ജോലി ചെയ്തിട്ടും വിശന്നിരിക്കേണ്ടി വരുന്നു. ഇത് നമ്മുടെ ഗ്രാമത്തിലും ആകാമായിരുന്നു. പോകാം അമ്മേ, നമ്മുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാം. ഗ്രാമത്തിൽ പോയാലും നമ്മുടെ തലയിൽ എഴുത്ത് മാറ്റാനാകില്ലല്ലോ മോനെ. നമ്മുടെ ഈ ദുരവസ്ഥ ഒരിക്കൽ തീരും, തീർച്ച. ഭഗവാൻ പരമേശ്വരൻ തുണയ്ക്കും മോനെ. ഇതാ ദേവികെ, പലഹാരമാണ്. നിനക്കും ഉപമന്യുവിനും വേണ്ടി യജമാനൻ തന്നതാണ്. താര ഇതറിഞ്ഞാൽ മുഴുവനും പുരന്തരന് കൊടുക്കും. ഇതാ, നീയും ഉപമന്യുവും കൂടി കഴിച്ചോളൂ. ഇതാ എടുത്തു. അമ്മാവ, ഞങ്ങൾക്കാണോ പലഹാരം? അതെ ഉപമന്യു, ഇത് മുഴുവനും നിങ്ങൾക്കാണ്. ഇതാ മോനെ. പലഹാരങ്ങൾ, ലഡു. നിങ്ങൾക്ക് ലജ്ജയില്ലേ? സ്വന്തം പുത്രനെ തിന്നുവാൻ കൊടുക്കാതെ വല്ലവന്റെ മകനെ സന്തോഷിപ്പിക്കുകയാണോ? ഓ, വല്ലാത്തൊരച്ഛൻ തന്നെ. വന്നിരിക്കുന്ന ഒരു അമ്മാവൻ. ഉപമന്യു എന്താ അന്യനാണോ? എന്റെ സഹോദരിയുടെ പുത്രൻ എന്താ അന്യനാണോ? മരുമകൻ എങ്ങനെ